മാൻഹാട്ടൻ എന്ന നഗരത്തിലെ വെർജിൽ എന്ന ഹോട്ടലിൽ വെച്ച് ഒരുപാട് പെൺകുട്ടികളെ കാണാതാവുകയാണ്. ആ ഹോട്ടലിൽ നടക്കുന്ന ദുരൂഹമായിട്ടുള്ള കാര്യം അതെന്താണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ആ ഹോട്ടലിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടി അവിടെ ഒരു സെർവന്റ് ജോലിക്കായിട്ട് വരികയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോ കളി ആകെ മാറുകയാണ്. അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല സംഭവങ്ങളും അവിടെ നടക്കുകയാണ്. അവസാനം ഉണ്ടല്ലോ, പന്നിയുടെ തലയുള്ള ഒരു മനുഷ്യനെ വരെ അവൾക്ക് നേരിടേണ്ടി വന്നു. വലിയ പണക്കാർ മാത്രം വരുന്ന ആ ഒരു ഹോട്ടലിൽ അവർ ഒളിപ്പിച്ചു വെച്ച രഹസ്യം എന്താണ്? എന്തായാലും കഥയിലേക്ക് പോയി അത് മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. രാത്രിയാണ്, നല്ല മഴയാണ്. ആ മഴയത്ത് രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടി കയറുന്നുണ്ട്. ഒരു ചേച്ചിയും അനിയത്തിയായിരുന്നു അത്. അത്യാവശ്യം ചില സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇവരിപ്പോ വന്നത്. ഇപ്പൊ ആ ഒരു അനിയത്തി കുട്ടി പറയണ, ചേച്ചി ദാ ആ ചോക്ലേറ്റ് ഒന്ന് എനിക്ക് മേടിച്ചു തരുമോ? അപ്പൊ ചേച്ചി പറയണ, മോളെ അതിന് മാത്രമുള്ള കാശൊന്നും നമ്മുടെ കയ്യിലില്ല, അത്യാവശ്യം കുറച്ച് സാധനം മേടിച്ച് എങ്ങനെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി ചോദിക്കുകയാണ്, ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്? അന്നത്തെ പോലെ അച്ഛൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ ഒരുപാട് തല്ലും, വീണ്ടും ആ ഒരു കൂട്ടിൽ പൂട്ടിയിടും, എനിക്ക് പേടിയാവുന്നു എന്ന് പറയണം. ഈ സമയത്ത് അവളുടെ ചേച്ചി പറയുന്നത്, എന്റെ കയ്യിൽ അടിച്ച പുതിയ ടാറ്റ് കണ്ടോ, ഇതൊരു പക്ഷിയാണ്, ഈ പക്ഷിയെ പോലെ നമ്മൾ ഇനി സ്വാതന്ത്ര്യത്തോടു കൂടി പറന്നു പോകും, മോള് പേടിക്കണ്ട കേട്ടോ, ചേച്ചി കൂടെ ഉണ്ട് എന്ന് പറയണം. അതായത് പിള്ളേരുടെ സംസാരം കേട്ടാൽ അറിയാം ഇവരുടെ അച്ഛൻ വളരെ ക്രൂരമായിട്ട് ഇവരെ ഉപദ്രവിക്കാറുണ്ട്, അബ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അയാളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഇതേ നേരത്ത് ഇവരെ തേടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് അവരുടെ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾ കാണാതെ തന്നെ ഈ ഒരു ഷോപ്പ് വിട്ട് രണ്ടുപേരും ഇറങ്ങുകയാണ്. എന്നാൽ ഇറങ്ങാൻ നേരത്ത് അത് അയാൾ കണ്ടു. അവരുടെ പിന്നാലെ തന്നെ മഴയത്ത് അയാൾ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അതേ സമയം തന്നെ അയാളുടെ കൂട്ടുകാരനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ രണ്ടുപേരും അവിടെ പെട്ടുപോകുന്നുണ്ട്. ഈ നേരത്ത് നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിൽ കരുതി വെച്ച ആ ഒരു തോക്കെടുത്തിട്ട് പറയണം, അടുത്തേക്ക് വരരുത്, ഞാൻ വെടിവെക്കും, എന്നെ തുടരുത് എന്ന് പറയണം. എന്നാൽ പുച്ഛഭാവത്തിൽ പിന്നെ അതൊന്ന് കാണാനല്ലോ എന്നും പറഞ്ഞ് ഇയാൾ അവളുടെ അടുത്തേക്ക് വന്നത് ഒറ്റ പൊട്ടിക്കലാണ്. വെടി കൊണ്ട് അയാൾ നിലത്ത് വീണു. എന്തായാലും വെടിവെച്ച സമയത്ത് അവളും ഒന്ന് പകച്ചു പോവാണ്. അധികം വൈകാതെ അവിടെ പോലീസ് എത്തുന്നുണ്ട്. രണ്ടുപേരും കൂടി ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും നമ്മുടെ ഹീറോയിന്റെ അനിയത്തി മരിയ, അവളുടെ കാലിൽ ഇപ്പൊ അവളുടെ അച്ഛൻ പിടിച്ചിരിക്കുകയാണ്. അവളെ കൊണ്ട് ഓടാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ മഴയത്ത് തന്റെ അനിയത്തി അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഹീറോയിൻ ഒറ്റയ്ക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഇപ്പൊ 10 വർഷമായിട്ടുണ്ട്. ഇതും ഒരു മഴയുള്ള രാത്രിയാണ്. ആ രാത്രിയിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോയിൻ വരികയാണ്. അവൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ജോലി കിട്ടിയ സ്ഥലത്തിന്റെ അഡ്രസ്സ് തേടി വന്നപ്പോ ഇതാണ് ആ ഒരു ബിൽഡിംഗ്. എന്തായാലും മഴയായതുകൊണ്ട് തന്നെ അവൾ വേഗം കയറി ബിൽഡിങ്ങിന്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ്. അതുമാത്രമല്ല കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്തെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള ചിത്രങ്ങളുണ്ട്, ശില്പങ്ങളുണ്ട്. അതും കണ്ടാൽ തന്നെ പേടിയാകുന്ന കോലത്തിൽ. ഇതേ നേരം തന്നെ വാതിൽ തുറന്ന് ഒരു സ്ത്രീ വരുന്നുണ്ട്. നീ ആരാണെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്, എന്റെ പേര് ഇസബൽ, ഒരു മെയ്ഡിന്റെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലെറ്റർ കിട്ടിയായിരുന്നു, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാണ്. എന്നെ വിളിച്ചത് ഇവിടെ തന്നെയുള്ള ലിലിത്ത് എന്ന പേരുള്ള ഒരാളാണ്. ഇപ്പൊ ആ ലേഡി പറയണ, ഞാൻ തന്നെയാണ് ലിലിത്ത്, ഞാൻ തന്നെയാണ് നിന്നെ വിളിച്ചത്, പക്ഷെ നിന്റെ ശബ്ദം ഇങ്ങനെയല്ലല്ലോ. ആ സമയത്ത് ഹീറോയിൻ ആയിട്ടുള്ള ഇസബൽ പറയണ, അത് പിന്നെ എന്റെ ശബ്ദം ആകെ മാറിപ്പോയി, ജലദോഷം തൊണ്ടവേനൊക്കെയാണ്. ഓക്കെ ഇസബൽ, എന്തായാലും ഉള്ളിലേക്ക് കയറി വന്നു പറഞ്ഞിട്ട് അവളെയും കൂട്ടി നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാണ്. ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഇവർ കയറിയ ഉടനെ തന്നെ ഒരു 16 പൂട്ടുണ്ടാകും ആ വാതിലിന്. അതെല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് ക്ലോസ് ആവുകയാണ്. ഇത് കണ്ട ഇസബൽ ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ആ ബിൽഡിംഗ് എന്താണെന്നും അവിടെ താമസിക്കുന്നവരാരാണെന്നും അതിന്റെ ആ ഒരു ചരിത്രം എല്ലാം ലിലിത്ത് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല അവളുടെ ഫോണും ഇവിടെ വാങ്ങി വെക്കുന്നുണ്ട്. കാരണം ഒരുപാടധികം പൈസക്കാരായിട്ടുള്ള VIP-കളാണ് ഇവിടെ താമസിക്കുന്നത്. സോ അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ആരും ഇവിടെ ഫോൺ ഉപയോഗിക്കാറില്ല. ഇതേ നേരം തന്നെ അവിടുത്തെ റിസപ്ഷനിലിരിക്കുന്ന ഒരു ലേഡിയെ കാണാണ്. അവരുടെ പേര് ഷാരോൺ എന്നാണ്. ഒരു വലിയ കോസ്മെറ്റിക് കമ്പനി അവർക്കുണ്ട്. അവരുടെ 2 കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പാപ്പനും അമ്മാമയും തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു ഷാരോൺ ഇസബലിനെ കണ്ടപാടിന് ഓടി വന്നിട്ട്, എത്തിയോ, മഴയത്താകെ നഞ്ഞു പോയല്ലേ, ഞാനൊരു തുണി തരാൻ പുതുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തിൽ അവളെ സ്വീകരിക്കുകയാണ്. അതുപോലെ ഇപ്പൊ ഷാരോൺ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഇസബൽ നിന്റെ കണ്ണിന്റെ ഭാഗത്ത് എന്താ ഒരു പാട്, എന്താ പറ്റിയത്? അപ്പൊ ഇസബൽ പറയാണ്, അത് ഞാൻ ബാത്റൂമിൽ വീണതാണ്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ അവൾ പറഞ്ഞ് നുണയാണെന്ന് ഷാരോണിന് മനസ്സിലായി. ഷാരോൺ പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഇവിടെ വെച്ച് നുണയൊന്നും പറയാൻ നിൽക്കണ്ട, നിന്നെ ഇവിടെ വെച്ച് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ഇവിടെ സേഫാണ്. എന്തായാലും അതിനുശേഷം ലിലിത്ത് അവളെയും കൂട്ടി അടുത്ത ഫ്ലോറിലേക്ക് പോവാണ്. അവിടെയാണ് ഇസബലിന് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. അങ്ങനെ ആ ഫ്ലോറിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും വളരെയധികം ആക്റ്റീവാണ്. അതുപോലെ തന്നെ ലിലിത്തിനോട് എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇപ്പൊ ലിലിത്ത് പറയുന്നത് ഒരുപാട് വർഷമായി, ശരിക്കും എന്റെ ഒരു ലൈഫ് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാൻ, ചെറിയൊരു ജോലി ഉണ്ട് പറഞ്ഞിട്ട് ലിലിത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് കയറണം. ഇതേ നേരം തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് നമ്മുടെ ഇസബൽ നോക്കുന്ന സമയത്ത് അവളെ പോലെ തന്നെ ഇവിടെ ജോലിക്കായിട്ട് വന്ന മെയ്ഡുകളുണ്ടല്ലോ, ഒരു വലിയ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരുന്ന് നല്ല
ഭക്ഷണം കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പണക്കാരെല്ലാം കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട് ഇസബൽ ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ വന്നിട്ട് ഇസബലിന്റെ മുഖത്ത് നോക്കി എന്തോ ഒരു തെറി പറയാണ്. ഇപ്പൊ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ലിലിത്ത് ആ ചെറുക്കനോട് പറയണം, ഡാ നിന്റെ കുരുത്തക്കേടും വായിനാക്കും കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോ, മൂത്തവരെ ബഹുമാനിക്കണമെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ള. പിന്നീട് ലിലിത്ത് ഇസബലിനോട് ഇതൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ ഇസബൽ ചോദിക്കുകയാണ്, അവരെല്ലാം ഇവിടുത്തെ സെർവൻസ് അല്ലേ, പിന്നെന്താ അവർക്ക് അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ഡിന്നർ കൊടുക്കുന്നത്? ഈ സമയത്ത് ലിലിത്ത് പറയാണ്, ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്ര ഹാപ്പി, ഇവിടെ ആരെയും പിടിച്ചു വെച്ചുകൊണ്ടൊന്നും ജോലി ചെയ്യിപ്പിക്കാറില്ല. അങ്ങനെ സംസാരിച്ച് ഇസബലിന് താമസിക്കാനുള്ള ആ റൂമിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അത് തുറക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരികയാണ്. ഇയാളുടെ പേര് റേ എന്നാണ്. ഈ റേയെ കണ്ടപാടിന് ലിലിത്ത് പറയണം, ഞാൻ നിങ്ങളോട് പല തവണ പറഞ്ഞതാ, പുതുതായിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവര് നിൽക്കുന്ന ഭാഗത്തേക്ക് വരരുത് എന്ന്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കുന്നത് നല്ലതാ, ഇവിടുത്തെ നിന്റെ ബോസ് ഞാനാണ്, അതിനേക്കാൾ ഉപരി നിന്റെ ഭാര്യയാണ് ഞാൻ, അപ്പൊ ഞാൻ പറയുന്നത് കേട്ടോണം. ഈ സമയത്ത് റേ പറയാണ്, ഒന്ന് പോടിയാടുന്നു. അയാൾ അവിടുന്ന് പോവാണ്. പിന്നീട് ഇതിനുശേഷം ഇസബലിനെയും കൂട്ടി ആ റൂമിലേക്ക് ലിലിത്ത് പോവാണ്. നല്ല വിശാലമായ വലിയ റൂമായിരുന്നു കേട്ടോ. റൂമിലെ സൗകര്യമെല്ലാം കണ്ട് ഇസബൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രയും സെറ്റപ്പ് ആയിട്ടുള്ള റൂമോ? അതുപോലെ തന്നെ ലിലിത്ത് പറയാണ്, കുറച്ചു നേരം അയാൾ ഇവിടെ വന്നു നിന്ന് അയാളുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ ഇവിടെയും കാണുകയാണെങ്കിൽ മാറ്റി വെച്ചേക്ക് കേട്ടോ, അയാൾ വലിയ കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയാം. തലയ്ക്ക് ഇച്ചിരി സൂക്കേട്ടുള്ള ആളാണ്. പിന്നീട് ലിലിത്ത് അവിടുന്ന് പോവാണ്. ഇസബലിനാണെങ്കിൽ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ വസ്ത്രം മുഴുവൻ മാറി നന്നായിട്ട് പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവുകയാണ്. അങ്ങനെ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് തല അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ AC വിൻഡ് ഉണ്ടല്ലോ, അവിടുന്ന് എന്തോ ചില ശബ്ദങ്ങൾ അവൾ കേൾക്കുകയാണ്. പതിയെ അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു കണ്ണ് അതിന്റെ ഉള്ളിൽ അവൾ കണ്ടു. പേടിച്ചുപോയി അവൾ പിറകിലേക്ക് വീഴുകയാണ്. ആരോ അവളെ കളിപ്പിക്കാൻ ചെയ്താന്ന് മനസ്സിലായിട്ട് വേഗം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ആ വരാന്തയിലൊന്നും ആരെയും കാണാനില്ല. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ആവുന്നുണ്ട്. ഇപ്പൊ ചെറിയ നേരിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് പിറകിൽ ആരോ നിൽക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും അവിടെ കാണാനില്ല. ചെറിയൊരു ഭയം വന്നതുകൊണ്ട് തന്നെ അവൾ വേഗം റൂമിൽ കയറിയിട്ട് റൂമിന്റെ വാതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ചെയറെല്ലാം വെച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. ഭയം കാരണം അവൾ ഉറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കട്ടില് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ കുറെ നേരം അങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു 3-3:15 സമയത്ത് അവൾ തനിയെ ഉറങ്ങി പോവാണ്. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ആ AC വിൻഡ് ഉണ്ടല്ലോ, അത് തുറന്ന് ഒരാൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോറും ഒരാൾ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കസേര അവിടെ വെച്ചതുകൊണ്ട് തന്നെ അയാൾക്കത് തുറക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആ റൂമിൽ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ്, അതിന്റെ ബേക്ക് ഭാഗത്തായിട്ട് ഒരു വഴിയുണ്ട്. അതിലൂടെ ഒരാൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഉള്ളിലേക്ക് വന്ന ഈ മനുഷ്യൻ അവിടെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഇസബലിന്റെ കാലിൽ പതിയെ നക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി എണീച്ച് ഇസബൽ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് അവളുടെ വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു. പക്ഷേ അത് ശരിക്കും ഉള്ളതുപോലെ തന്നെ അവൾക്ക് ഫീൽ ആയി കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ടിന്റെ അടിഭാഗത്ത്, വാതിലുകളുടെ അരികില്, അതുപോലെ തന്നെ അലമാരിയുടെ സൈഡ് ഭാഗത്ത് ഇതിലെല്ലാം അവൾ നോക്കുന്നുണ്ട്. എന്നാൽ ആരെയും കാണാനില്ല. പിന്നീട് അവൾക്ക് തന്നെ തോന്നി ഇതൊരു തോന്നലായിരിക്കുമെന്ന്. എന്നാൽ അവളുടെ തൊട്ടു പിന്നിലേക്കൊന്ന് നോക്കിയേ, പന്നിയുടെ മുഖംമൂടി ധരിച്ച ബലവാനായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളിപ്പോ ഇസബലിനെ കയറി പിടിക്കുകയാണ്. അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, രക്ഷപ്പെടാനും കഴിയുന്നില്ല, പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു വെപ്രാളത്തിൽ ഇയാൾക്കിട്ട് അവൾ ഒരു ചവിട്ട് കൊടുക്കുകയാണ്. തെറിച്ചുപോയി ആള് വീഴുന്നുണ്ട്. അയാളുടെ ബോധം അപ്പൊ തന്നെ പോവുകയാണ്. എന്നാൽ ഒരാൾ മാത്രമല്ല, വേറെയും 4 പേർ ഈ റൂമിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖം മൂടിയിട്ട ഒരാൾ വന്നിട്ട് അവളെ ഇപ്പൊ പിടിച്ചു വലിക്കാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടേബിൾ ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ വയറൂരി അയാളുടെ ദേഹത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. അയാൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് റിസപ്ഷനിലെ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, ഷാരോൺ, ഭയങ്കര സ്നേഹത്തിൽ ഇസബലിനോട് പെരുമാറിയ ആ സ്ത്രീ തന്നെ. ഇപ്പൊ 2 പേരുടെ ബോധം പോയേ, ബാക്കി 3 പേരുണ്ട്. അപ്പൊ ഇവര് വരുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡിലേക്ക് ഓടിച്ചെന്ന് അവൾ ഒളിക്കുകയാണ്. ഈ സമയത്ത് ഷാരോന്റെ ബോധം വരുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റ പാടെ തന്നെ ഷാരോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ എടുത്തെറിഞ്ഞ്, ആഹാ എന്നെ ഷോക്ക് അടിപ്പിക്കാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടല്ലേ. ഇപ്പൊ ആ ഒരു ടേബിൾ തല്ലിപ്പൊളിച്ച് അതിന്റെ ആ ഒരു കാലങ്ങട്ട് എടുക്കുകയാണ്. അതുപോലെ ചവിട്ടുകൊണ്ട് നേരത്തെ വീണ് വരുത്തുന്നുണ്ടല്ലോ, ആ കുറച്ച് തടിയുള്ളവൻ, അവന്റെ ബോധം ഇപ്പൊ വരികയാണ്. അങ്ങനെ ഇവർ 5 പേരും ചെന്നിട്ട് ആ കബോർഡിന്റെ മുന്നിൽ നിന്നിട്ട് പറയണം, മര്യാദക്ക് ഇതിന്റെ വാതിൽ തുറന്നോ. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കെവിനാണ് കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് ആ വാതിൽ തുറങ്ങുകയാണ്. ഉള്ളിലുണ്ടായിരുന്ന ഇസബൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാളെടുത്ത് ഇവന്റെ തലക്കിട്ട് ഒരേറ്റ വിട്ടെടുക്കുകയാണ്. തല 2ആയിട്ട് മുറിഞ്ഞുപോയി. പിന്നെ അവളുടെ കയ്യിൽ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു. അത് തുറന്ന് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഡബിൾ ബാരൽ ഗണ്ണെടുത്ത് മറ്റൊരുത്തന്റെ നെഞ്ചത്തേക്ക് നോക്കി ഒന്നുകൊണ്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇനിയുള്ള വിഷ്വൽസ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. നല്ല വയലൻസ് എന്ന് വെച്ചാൽ നല്ല കിടിലൻ ഉഗ്രനായിട്ടുള്ള വയലൻസ് ആണ്. ചോരിങ്ങനെ തുളുമ്പി തെറിക്കും. കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് കൊണ്ട് ഓരോരുത്തരെയും അവളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4 പേരെയും അവൾ തീർത്തു. ഇനി ബാക്കിയുള്ളത് ഷാരോൺ ആണ്. ഷാരോൺ ആണെങ്കിൽ തൽക്കാലം ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു വലിയ കിടക്കെടുത്ത് അവളെ മറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ അതിനുള്ളിലൂടെ നമ്മുടെ ഈ ഒരു ഇസബൽ കത്തി വെച്ച് അങ്ങനെ കുത്തുന്നുണ്ട്. പെട്ടെന്നാണ് ഷാരോൺ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് പൊട്ടിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് അവളുടെ ദേഹത്ത് ഉണ്ട കയറിയില്ല കേട്ടോ. ഇപ്പൊ ആ ഒരു ബെഡ് വലിച്ചിട്ട് അവൾ വീണ്ടും ഷാരോണുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ നേരത്ത് നിലത്ത് വീണ്
പണിയെടുക്കുന്ന ബെൻ, അതായത് ആ ഒരു ഇച്ചിരി തടിയുള്ള ആള്, അവനൊരു കത്തിയെടുത്ത് ഇപ്പൊ ഇസബലിന് നേരെ ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നാൽ അത് കൊണ്ടതോ ഷാരോന്റെ ആസനത്തിലും. ഇപ്പൊ ഷാരോൻ പറയാണ്, പൊന്നി ചങ്ങായി നീ വെറുതെ ഇരുന്നാ മതി, നീ ഒന്നും ചെയ്യണ്ട, നീ എന്നെ ഹെൽപ്പ് ചെയ്യണ്ട. ഔ എന്റെ ബേക്ക്. അങ്ങനെ കുത്തി കയറി കിടക്കുന്ന ആ കത്തിയും ഊരി അവള് ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഷാരോൺ അവളെ അടിച്ചിടുകയാണ്. ഈ സമയത്ത് ബെൻ പതിയെ അവിടുന്ന് നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കുക. പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് അവനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലില്ലിത്ത് വരികയാണ്. ചെറുതായിട്ടൊന്ന് ഭയന്നു പോയ ലില്ലിത്ത് അവളോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? നീ ഇസബൽ തന്നെയാണോ? നീ എന്നോട് നുണ പറഞ്ഞിട്ടാണല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതേ സമയത്തിന് ഇസബൽ പറയാണ്, നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണോ? നിങ്ങളും എന്നോട് നുണ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ലില്ലിത്ത് പറയാണ്, സത്യം പറ, നീ ആരാണ്? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് 10 വർഷങ്ങൾക്ക് മുന്നേ അച്ഛന് വെടിവെച്ചിട്ട് അനിയത്തിയെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്നും ആ ഒരു മഴയത്ത് ഇസബൽ ഓടി രക്ഷപ്പെട്ടായിരുന്നല്ലോ. എന്നാൽ അവളുടെ വെടികൊണ്ട അവളുടെ അച്ഛൻ മരിച്ചിട്ടില്ലായിരുന്നു. അയാളെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അയാളുടെ കൂടെ തന്നെ ഇസബലിന്റെ അനിയത്തിയായിട്ടുള്ള മരിയും കൊണ്ടുപോകുന്നുണ്ട്. അന്നാണ് അവളെ അവസാനമായിട്ട് ഇസബൽ കാണുന്നത് കേട്ടോ. പിന്നീട് അച്ഛനെ വെടിവെച്ചതിന്റെ പേരിൽ 9 വർഷം അവൾക്ക് തടവ് ശിക്ഷ ലഭിച്ചു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനിയത്തിയുടെ യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇസബൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനോട് അവളുടെ അനിയത്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ചില കാര്യങ്ങൾ അന്വേഷിച്ചു കണ്ടുപിടിച്ച ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവളെ കാണാതായി. അവസാനമായിട്ട് അവളെ കാണാൻ ഏകദേശം ഇങ്ങനെയായിരുന്നു എന്നിട്ട് അവളുടെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ അനിയത്തി മരിയ അവസാനമായിട്ട് പോയിരിക്കുന്നത് മാൻഹാട്ടൻ ടൗണിലെ വെർജിൽ എന്നൊരു ഹോട്ടലിലേക്കാണ്. അതിനുശേഷം അവൾ ആരെയും കണ്ടിട്ടില്ല. എന്നാൽ ആ ഹോട്ടലിന്റെ പരിസരത്ത് വെച്ച് ഇതുപോലെ പല ആൾക്കാരെയും കാണാതായിട്ടുണ്ട്, പ്രത്യേകിച്ചും അനാഥരായിട്ടുള്ള പെൺകുട്ടികളെ. സംതിങ് എന്തോ ഒരു ദുരൂഹത നിനക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരു വിവരം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഹോട്ടൽ അധികം വൈകാതെ പുതുതായിട്ട് ഒരു പെൺകുട്ടി ജോയിൻ ചെയ്യാൻ പോവാണ്, ഒരു മെയ്ഡിന്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പെൺകുട്ടിയുടെ പേര് ഇസബൽ എന്നാണ്. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയല്ലോ. അതായത് ഇസബൽ എന്നത് നമ്മുടെ ഹീറോയിന്റെ ശരിക്കുള്ള പേരല്ല. ശരിക്കും ഇസബൽ എന്ന ഒരു പെൺകുട്ടിയെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ഹീറോയിൻ ചെന്ന് കാണുകയാണ്. എന്നിട്ട് അവളുടെ ആ ഐഡിയയും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി ഇസബലിന്റെ അഡ്രസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്തിനാണ്? അവളുടെ അനിയത്തിയെ തേടി. അവൾക്ക് എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഹീറോയിന്റെ ശരിക്കുള്ള പേര് ഏഷ്യ റീവ്സ് എന്നാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവളെ ഇനി മുതൽ അവളുടെ ഒറിജിനൽ പേര് തന്നെ വിളിക്കാം, റീവ്സ്. ഇപ്പൊ റീവ്സ് അവിടെ ഉണ്ടായിരുന്ന ലില്ലിത്തിനോട് പറയാണ്, എനിക്കറിയാം എന്റെ അനിയത്തി മരിയ ഇവിടെ ഉണ്ടെന്ന്, അവള് ജീവനോടെ ഉണ്ടെന്നും എനിക്കറിയാം. മര്യാദക്ക് എനിക്ക് അവളെ വിട്ടു തന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും പോലെ ഞാൻ വെട്ടി നുറക്കുന്നു പറയാണ്. എന്നാൽ റീവ്സിന്റെ ആ രൗദ്രഭാവം കണ്ടിട്ടും ലില്ലിത്തിന്റെ മുഖത്ത് യാതൊരു പേടിയില്ല. ലൈറ്റ് ആയിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് ഇപ്പൊ ലില്ലിത്ത് പറയാണ്, നിനക്ക് ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? പറ്റുകയാണെങ്കിൽ നീ കടന്നോടി എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അവളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. നേരത്തെ അവളുടെ വെട്ടുകൊണ്ട് മരിച്ചു വീണ ഓരോ ആൾക്കാർ, അതായത് ഷാരോൺ അടക്കം അങ്ങോട്ടേക്ക് വരികയാണ്. അതുപോലെ തന്നെ ആദ്യം കെവിന്റെ തല വെട്ടിമുറിച്ചായിരുന്നല്ലോ, ആ തലയും കയ്യിലെടുത്ത് അവൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ തല അവൻ ഉടലിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. വേറൊരുത്തന്റെ കൈ വെട്ടിയെടുത്തായിരുന്നല്ലോ, അതെല്ലാം സ്വയം അങ്ങനെ ഒട്ടി ഒട്ടി വരികയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? റീവ്സ് ഇത് കണ്ട് ഇങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അതായത് വെട്ടിയിട്ട തല അവര് തന്നെ ഒട്ടിക്കുന്നു. ഇതെന്ത് മാജിക്ക്! എന്തായാലും ഇത് കണ്ട് ഒന്ന് ഞെട്ടിപ്പോയ റീവ്സ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു മെയ്ഡ് ഓടി വന്നിട്ട് പറയണ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. എന്നാൽ റീവ്സ് കത്തിയെടുത്ത് അവളുടെ വയറ്റിലേക്ക് കുത്തി അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നാൽ ആ കുത്ത് കിട്ടിയിട്ടും പേടിക്കാത്ത ആ ഒരു മെയ്ഡ് നിലത്ത് കിടന്നിട്ട് പറയാണ്, ഇവളെ ഞാൻ വിടില്ല, ഇവളെ ഞാൻ വിടില്ല. എന്നാൽ ആ ഒരു മെയ്ഡിനിട്ട് ഒരു ചവിട്ടും കൊടുത്ത് തൊട്ടപ്പുറത്തെ റൂമിൽ കയറിയിട്ട് അവള് കഥ കിടക്കുകയാണ്. എന്നാൽ ആ റൂമിൽ ഉണ്ടായിരുന്നത് ആ കുട്ടിക്കുരുപ്പുണ്ടല്ലോ, അവളെ നേരത്തെ തെറി വിളിച്ച ആ ചെറുക്കൻ, അത് തന്നെ. ഈ ചെറുക്കൻ ഇപ്പോ ഇവളെ കണ്ട സമയത്ത് ഓടി വന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ച് അവളുടെ പുറത്തിനിട്ട് ഒരൊറ്റ കുത്തുകുത്തുകയാണ്. വേദനയിൽ അവള് തിരിഞ്ഞു നോക്കിയപ്പോ ആ ചെറുക്കനായിരുന്നു. കുട്ടിക്കുരുപ്പേ, നിനക്ക് ഞാനെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. ഒരു ഇടിയിൽ അവന്റെ ബോധം പോയി. ഇതേ സമയത്ത് തന്നെ റീവ്സിന്റെ കുത്തേറ്റ് കിടക്കുന്ന ആ ഒരു മെയ്ഡിനെ കാണിക്കുകയാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്ന ലില്ലിത്ത് പറയണ, സോഫിയ കുത്തു കിട്ടി, നീ ഇപ്പൊ ചാവും. കുറച്ചു കഴിഞ്ഞ് ബോധം വരുന്ന സമയത്ത് ഈ ചോരയെല്ലാം ഒന്ന് വൃത്തിയിൽ തുടച്ചു വെച്ചേക്കെന്ന് പറയണം. ഞാൻ ചെയ്തോളാന്നും കുത്തേറ്റ് കിടക്കുന്ന ആ ഒരു മെയ്ഡ് പറയാണ് കേട്ടോ. അതായത് ഇവർക്ക് എല്ലാവർക്കും എന്തോ ഒരു പവർ ഉണ്ട്, അതെന്താണെന്നും അറിയില്ല, അതെങ്ങനെ കിട്ടിയതെന്നും അറിയില്ല. ഇതേ നേരം ആ റൂമിന്റെ ഉള്ളിൽ പെട്ടുകിടക്കാനുള്ള റീവ്സ് അവൾ ആകെ പേടിച്ചുപോയി. എങ്ങനെയെങ്കിലും ഈ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് കടന്നാ മതി എന്നായി. ജനാലയുടെ ചില്ല് തകർത്തുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ ആ ജനലാണെങ്കിൽ പൊട്ടുന്നില്ല. അതിന്റെ ഗ്ലാസ് ഒക്കെ കസാര വെച്ച് അടിച്ചിട്ടും യാതൊരു അനക്കവുമില്ല. പിന്നീട് ആ ഒരു AC വിൻഡ് അതിളക്കി അതിലൂടെ പോകാൻ നോക്കുമ്പോൾ അതും അനങ്ങുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഒരു പരിഭ്രാന്തിയിൽ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്ന സമയത്ത് ഫ്ലോറിൽ ചെറിയൊരു ഡോറ് പോലെ അവൾ കാണുകയാണ്. അത് തുറന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ താഴെ കൂടെ ചെറിയൊരു ടണൽ കാണുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, ആ ടണലിലൂടെ പതിയെ പതിയെ അവൾ മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ അതിലൂടെ അവളുടെ പിന്നാലെ തന്നെ ആ ഒരു ബെന്നും വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടണലിന്റെ മുകൾ ഭാഗത്ത് അവൾ അങ്ങനെ അട്ലി പിടിച്ചു നിൽക്കുകയാണ്. അവളുടെ താഴ്ഭാഗത്തൂടെ ഇപ്പൊ ബെന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം അവൾ താഴേക്ക് ഇറങ്ങുകയാണ്. ആ നേരം അവളുടെ കയ്യിൽ അടിച്ചു വെച്ച ആ ഒരു ടാറ്റു അവൾ കാണുകയാണ് കേട്ടോ. അതായത് ആ ഒരു പക്ഷിയുടെ ടാറ്റു. ശരിക്കും അവളുടെ അനിയത്തിയുടെ ഓർമ്മയാണ് ആ ഒരു ടാറ്റു. അന്ന് അനിയത്തിയെ ഉപേക്ഷിച്ച് പോയവളെ ഇന്ന് ഞാൻ ഉപേക്ഷിച്ച് പോവില്ല, ഞാൻ പേടിച്ചോടില്ല, മരിയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് അവൾ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ടണലിലൂടെ അവൾ തിരിച്ചു വരികയാണ്. ഈ സമയത്ത് ടണൽ ഒരു മുറിയുടെ ഒരു ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ മറുഭാഗത്ത്
അപ്പുറത്ത് ഒരു ബുക്കിന്റെ ഷെൽഫാണ്. അപ്പുറത്തെ മുറിയിൽ വെച്ച് ഇവരെല്ലാവരും സംസാരിക്കുന്നത് റീവ്സ് കേൾക്കുന്നുണ്ട്. അതായത് ഷാരോൺ ഇപ്പോ ലിലിത്തിനോട് പറയുന്നത് അവൾ രക്ഷപ്പെട്ട വിവരം നമ്മൾ എല്ലാവരോടും പറയണം. എന്നാൽ ലിലിത്ത് പറയണ തൽക്കാലം ഈ വിവരം ആരും അറിയണ്ട, അവളെ നിങ്ങൾ 5 പേര് കൂടി ചേർന്ന് പിടിച്ചാൽ മതി. ഈ വിഷയം വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പ്രോഗ്രാം നടക്കാൻ പോകല്ലേ, അതാകെ മുടങ്ങിപ്പോവും. എന്താ നിങ്ങൾ 5 പേരെ കൊണ്ടും അവളെ പിടിക്കാൻ പറ്റില്ലേ? ഈ സമയത്ത് ഷാരോൺ പറയണ അവൾക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം. അപ്പൊ ലിലിത്ത് പറഞ്ഞു അതിനെന്താ, നിങ്ങളൊക്കെ ഇമോർട്ടൽ അല്ലേ, അതായത് മരണമില്ലാത്തവരല്ലേ. എന്നാൽ ഷാരോൺ പറയണ മരണം ഇല്ലെങ്കിലും നല്ല വേദനയുണ്ട്. അതൊന്നും എനിക്ക് കേൾക്കണ്ട, എങ്ങനെയെങ്കിലും അവളെ തപ്പി കണ്ടുപിടിച്ചോന്ന് പറയണേ. ഇതേ നേരം ബുക്ക് ഷെൽഫിന്റെ അപ്പുറത്ത് നിൽക്കുന്ന റീവ്സിനെ ലിലിത്ത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഷെൽഫ് അവള് വലിച്ചു മാറ്റുന്നുണ്ട്. അവിടെ തന്നെ റീവ്സ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവള് പിന്നെ ഒന്നും നോക്കിയില്ല, ആ ടണലിലൂടെ വേഗം തന്നെ രക്ഷപ്പെട്ടു പോവുക. എന്നാൽ വലിയൊരു കത്തി ഉപയോഗിച്ച് ലിലിത്ത് ആ ഷെൽഫിന്റെ പല ഭാഗത്തായിട്ട് കുത്തുകയാണ്. അതിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് റീവ്സ് പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഒരു സമയത്ത് അവളുടെ കൈപ്പത്തിയിലൂടെ ഈ കത്തി കയറി കൈ അവിടെ കുടുങ്ങി നിൽക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് വന്ന ഷാരോണും ലിലിത്തും അവൾ നോക്കി ചിരിക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് നീ കീഴടങ്ങിയാൽ നിന്റെ വേദനയുടെ അളവ് കുറയും, നീ ഓടിക്കൊണ്ടിരുന്നാൽ നിന്റെ വേദനയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ സമയത്ത് റീവ്സ് അവൾ എന്താ ചെയ്തതെന്നറിയോ? ആ കൈപ്പത്തി കത്തിയിൽ കൊടിഞ്ഞതുപോലും നോക്കാതെ വലിച്ചു ഊരിയെടുക്കുകയാണ്. അതായത് കൈപ്പത്തി നല്ല രീതിയിൽ മുറിഞ്ഞു. അത്രയും വലിയൊരു മുറി ഉണ്ടായിട്ടും റീവ്സ് അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഇത് കണ്ട ലിലിത്തും ഷാരോണും ഞെട്ടിപ്പോവാണ്. അതായത് കഴിഞ്ഞ 9 വർഷം റീവ്സ് ജയിലിലായിരുന്നല്ലോ. അവിടെയുള്ള തടവ് പുള്ളികൾ നല്ലവരൊന്നുമല്ല, അവൾക്കിട്ട് നല്ല പെട കൊടുക്കുമായിരുന്നു, തിരിച്ച് അവളും കൊടുക്കുമായിരുന്നു. അങ്ങനെ ദേഹത്ത് മുറിയാവലും തല്ലുകിട്ടലും എല്ലാം അവൾക്ക് സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ അവൾക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് കേട്ടോ. ഈ ധൈര്യം അവൾക്ക് കിട്ടിയത് ജയിലിൽ വെച്ചാണ്. ഇപ്പൊ അവള് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഷാരോൺ വെടിവെക്കാൻ നിൽക്കുമ്പോൾ ലിലിത്ത് പറയണ വേണ്ട വേണ്ട, അവൾ എനിക്ക് ജീവനോട് പിടിച്ചു കൊണ്ടുതരണം എന്ന് പറയണം. അങ്ങനെ റീവ്സ് രക്ഷപ്പെട്ട ആ ടണലിലൂടെ അവളെ പിടിക്കാനായിട്ട് ഷാരോണും അവളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അതായത് ആ ഒരു ചെറിയ വഴിയിലൂടെ രണ്ടുപേരും മുട്ടുകുത്തിയാ പോകുന്നത്. എന്നാൽ ഒരു സമയത്ത് റീവ്സിന്റെ കാലിൽ കയറി ഷാരോൺ പിടിക്കുന്നുണ്ട്. എന്നാൽ റീവ്സ് ഒന്നും നോക്കിയില്ല, സകലമാന ധൈര്യ ശക്തിയെടുത്ത് അവളുടെ കയ്യിൽ കിട്ടിയ ഒരു കമ്പി എടുത്ത് ഈ ഷാരോണിന്റെ നെഞ്ചത്തേക്ക് പലതവണ കുത്തുകയാണ്. എന്നാൽ റീവ്സിനെ അറിയാം അധികം വൈകാതെ ഇവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്ന്. അപ്പോഴേക്കും ഈ ഷാരോൺ കൊണ്ടുവന്ന ഒരു ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് റീവ്സ് പതിയെ പതിയെ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അവള് വിചാരിച്ചതുപോലെ തന്നെ ജീവൻ വന്ന ഷാരോൺ വീണ്ടും അവളുടെ പിന്നാലെ വരുന്നുണ്ട്. അവളെ കയറി പിടിക്കുകയാണ്. റീവ്സ് ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ഡബിൾ ബാരൽ ഗണ്ണ് വെച്ച് അവളുടെ തലക്കിട്ട് പൊട്ടിക്കുകയാണ്. തല പൊട്ടി ചിതറിപ്പോയി. എന്നാൽ ആ തലയും കൂടി ചേർന്ന് അധികം വൈകാതെ ഷാരോൺ വരുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് വേഗം തന്നെ വീണ്ടും രക്ഷപ്പെടാൻ റീവ്സ് നോക്കുമ്പോൾ ഇത്തവണ വരുന്നത് തലയില്ലാതെയാണ്. ആര്? ഷാരോൺ. പൊട്ടിച്ചിതറിയ തല അത് കൂടിച്ചേരാൻ കുറച്ച് സമയമെടുക്കുകയെ. അങ്ങനെ തലയില്ലാതെ വരുന്ന ഷാരോണിന് വഴിയൊന്നും കറക്റ്റായിട്ട് തിരിയുന്നില്ല. ശബ്ദം വെച്ചാണ് റീവ്സിനെ അവൾ പിടിക്കാൻ നോക്കുന്നത്. ഇപ്പൊ പോകുമ്പോൾ 2 വഴിയുണ്ട്. എന്നാൽ അതിന്റെ ഒരു ഭാഗത്തേക്ക് കയറി നിന്ന് റീവ്സ് ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റേ ഭാഗത്തുകൂടെ പോയ ഈ ഷാരോണിന്റെ ബോഡിക്ക് അവളെ കാണാൻ പറ്റിയില്ല. അതായത് ഒരു കാര്യം ആലോചിച്ചാൽ മതി, ആ ശരീരത്തിൽ ഇപ്പൊ കണ്ണില്ല. അതുകൊണ്ടാണ് ഷാരോണിന്റെ ബോഡിക്ക് റീവ്സിനെ കാണാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇനി രക്ഷപ്പെട്ടു പോകാലോ എന്ന് കരുതി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഇരുട്ടുവാതിലൂടെ ഒരാൾ വന്നിട്ട് അവളെ പിന്നിലേക്ക് വലിച്ചെടുക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, റേ ആയിരുന്നു. ലിലിത്തിന്റെ ഹസ്ബൻഡ് തന്നെ ഇപ്പൊ റേ അവളുടെ വായ പൊത്തി പിടിച്ചിട്ട് പറയാണ് മിണ്ടാതിരിക്കുക. ഇതേ നേരം അവരുടെ മുന്നിലൂടെ അവര് കെവിൻ ഉണ്ടല്ലോ, അവൻ പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ റേ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ റൂമിലെ കണ്ണാടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ദേ വിൽ കിൽ യു എന്ന്, നീ അത് കണ്ടിട്ടില്ലായിരുന്നു ചോദിക്കുമ്പോൾ ഇപ്പൊ റീവ്സ് പറയാണ് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അല്ല സത്യത്തിൽ ഈ ഹോട്ടലിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവരൊക്കെ ആരാണ് എന്ന് റീവ്സ് ചോദിച്ചപ്പോൾ ഇപ്പൊ റേ പറയാണ് ഈ സ്ഥലത്തിന് ഒരു 100 വർഷത്തിന് മുകളിലുള്ള പഴക്കമുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ ഇതൊരു ഹോട്ടലല്ല, ഇതൊരു ചെകുത്താന്റെ ക്ഷേത്രമാണ്. ഇതിന്റെ ഉള്ളിൽ അവന്റെ പ്രതിഷ്ഠയുണ്ട്. അവന് വേണ്ടി നരബലി നൽകുന്നവർക്ക് അവൻ എന്ത് കൊടുക്കുന്നറിയോ? അമൃതം കൊടുക്കും. അതായത് മരണമില്ലാത്ത ജീവിതം. ഇവരെല്ലാവരും ഓരോ ബലികൾ കൊടുത്ത് ആ ഒരു വരം നേടിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവരാരും മരിക്കാത്തത്. മാത്രമല്ല ആ ഒരു ചെകുത്താന് വണങ്ങി അതിന്റെ കയ്യിൽ നിന്നും ഇവർക്ക് ഈ ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പേര് ആ ചെകുത്താന്റെ തലയിൽ എഴുതി വെക്കും. ആ തലയിൽ ആ പേരുള്ളിടത്തോളം കാലം ഇവർ അമാനുഷികരാണ്, ഇവർക്ക് മരണമില്ല. എന്നാൽ ആ തലയിൽ നിന്നും ഇവരുടെ പേര് മാഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും കൊല്ലാൻ കഴിയും. കാരണം അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു വരം പോകും. ആ വരം ഇല്ലെങ്കിൽ അവരെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് റേ ഇപ്പോ റീവ്സിനെയും കൂടി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇവർ പോകുന്ന സമയത്ത് ഇവരുടെ പിന്നാലെ തന്നെ ഒരാൾ വരുന്നുണ്ട്. ഒരാളെന്ന് പറയാൻ പറ്റില്ല, ചെതറിപ്പോയ ഷാരോന്റെ തലയുണ്ടല്ലോ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കണ്ണ്, ആ കണ്ണ് ഇവരുടെ പിന്നാലെ തന്നെ ഇവരെ ഫോളോ ചെയ്ത് വരികയാണ്. ഇതേ സമയത്ത് തന്നെ റീവ്സും റേയും കൂടെ ഒരു റൂമിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാന്ന് റേ പറയാണ്. ഇതേ നേരത്താണ് അങ്ങോട്ടേക്ക് ഒരു മെയ്ഡ് വരുന്നത്, ഒരു സെർവന്റ്. അവളെ കണ്ട് റീവ്സ് ആകെ ഞെട്ടിപ്പോവാണ്. അത് മറ്റാരും ആയിരുന്നില്ല, അവൾ തേടി വന്ന അവളുടെ അനിയത്തി മരിയായിരുന്നു. മരിയ കണ്ട ആ ഒരു ഷോക്കിൽ റീവ്സ് പറയണ മോളെ നീ ജീവനോട് ഉണ്ടല്ലോ, ചേച്ചിക്ക് സന്തോഷമായി. പിന്നെ ഒരു കാര്യം അറിയോ, ഈ സ്ഥലം നമ്മൾ വിചാരിക്കുന്നത്
പറയുന്നത് പോലെയല്ല, ഇവിടെയുള്ള എല്ലാം കൊലയാളികളാണ്. ഇവർ ഏതോ ഒരു ചെകുത്താന് വേണ്ടി നരബലിയൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം. മോൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലേ? എന്നാൽ മരിയ പറയാണ്, ചേച്ചി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അറിയാന്നോ? അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് റീവ്സ് ചോദിച്ചപ്പോൾ മരിയ ഒരു പഴയ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുന്നേ അച്ഛനെ വെടിവെച്ച് ആ പേടിയിൽ ചേച്ചി ഓടി രക്ഷപ്പെട്ടായിരുന്നല്ലോ. എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടില്ലായിരുന്നല്ലോ. എന്നാ ഒരു കാര്യം അറിയോ, അങ്ങേര് ചത്തിട്ടില്ലായിരുന്നു. അയാൾ എന്നെയും കൂടെ കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ടേക്കുള്ള എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നരകമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചില്ലേ കുറെ വർഷങ്ങള്. അവസാനം അയാൾ നരകിച്ച് ചത്ത സമയത്ത് ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞു നടന്നു. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഹോട്ടലിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെ മാൻഹാട്ടനിലെ വെർജിൽ എന്ന ഈ ഹോട്ടലിലേക്ക് ഞാൻ എത്തി. എന്നാൽ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും കഥയുടെ ബാക്കി ഭാഗം കേൾക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ഒരു പരസ്യം കണ്ടിട്ടാണ് ഒരു ജോലിക്ക് വേണ്ടി മാൻഹാട്ടൻ ടൗണിലെ വെർജിൻ എന്ന ഹോട്ടലിലേക്ക് മരിയ ജോലിക്കായിട്ട് പോയത്. എന്നാൽ ശരിക്കും അവളെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അവരങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അവളെ ബലി നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന സമയത്ത് മരിയ എല്ലാവരും വളയാണ്. എന്നാൽ മരിയയുടെ നല്ല സമയം എന്ന് പറയാം. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മെയ്ഡ് നല്ല വിലപിടിപ്പുള്ള എന്തോ ഒന്ന് അവിടുന്ന് മോഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഈ കഴിവ് കിട്ടിയ ആ ഫാമിലിയിൽപ്പെട്ട ആ ഒരു മെയ്ഡിനെ അവർ ഒഴിവാക്കുകയാണ്. അവളെയാണ് ഇനി അവർ ബലി കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവളുടെ സ്ഥാനം മേരിക്ക് കൊടുക്കാൻ അവർ പറഞ്ഞു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് മരിയ അന്ന് ബലി കൊടുക്കപ്പെട്ടില്ല. പകരം കട്ട ആ പെണ്ണിനെയാണ് അവര് ബലി കൊടുത്തത്. അതുപോലെ തന്നെ ആ പെണ്ണിനെ കൊന്നല്ലോ, ആ പെണ്ണിന്റെ സ്ഥാനം മരിയക്ക് കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോ റീവ്സിനോട് പറഞ്ഞ സമയത്ത് റീവ്സ് പറയണം, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. എന്നാൽ മരിയ അതൊന്നും കേട്ടില്ല കേട്ടോ. ഇതാണ് എന്റെ വീട്, ഞാൻ ഇവിടം വിട്ട് വരില്ല. എന്നാൽ റീവ്സ് പറയണ, നീ ഇല്ലാതെ ഞാനും ഇവിടുന്ന് പോയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ മരിയ പറയണ, ഓ ഇപ്പൊ വലിയ സ്നേഹം എന്റെ അടുത്ത് കാണിക്കുകയാണല്ലേ. അന്ന് ആ രാത്രിയിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയ സമയത്ത് നീ അറിഞ്ഞില്ല എനിക്ക് എന്തൊക്കെ ദുരിതം അനുഭവിക്കേണ്ടി വരികയെന്ന്. അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നീടുള്ള കുറച്ച് വർഷങ്ങൾ ഞാൻ എത്ര അനുഭവിച്ചെന്നറിയോ. അച്ഛൻ മരിച്ചതിന് ശേഷം പട്ടിണി കിടന്നു, അനുഭവിച്ചു. അന്നൊക്കെ നീ എന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പോയതാ. അന്ന് എന്റെ കൂടെ ഇല്ലാതെ ഇപ്പൊ നീ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യമില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന റീവ്സ് ഒന്നും നോക്കിയില്ല, അവളുടെ മൂക്കിനിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കണം. ആ കുത്തിൽ അവളുടെ ബോധം പോയി. അപ്പൊ തന്നെ റേയോട് ചോദിക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പറഞ്ഞ, ബോധം കെടുത്തിയിട്ടായാലും ശരി എന്റെ അനിയത്തെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഈ സമയത്ത് റേ പറയാണ്, ഒരു രക്ഷയില്ല, ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. ആ പ്രധാന വാതിൽ നീ കണ്ടതല്ലേ, എത്ര ലോക്കുണ്ട് അതിലെന്ന്. എന്നാൽ ജനൽ വഴി രക്ഷപ്പെടാമെന്ന് കരുതിയാലോ, അത് മുഴുവനും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളാണ്. ഇതേ നേരം ഇവർ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരാൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ഊരി വന്ന ഷാരോന്റെ ആ ഒരു കണ്ണ്, ഷാരോന്റെ ബോഡിക്ക് അപ്പൊ ഇതിലൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ആ ഒരു കണ്ണ് താഴേക്ക് വീഴുകയാണ്. റീവ്സ് ആ ഒരു കണ്ണങ്ങെടുത്തു. ആ കണ്ണിലേക്ക് നോക്കിയിട്ട് ഷാരോനോട് സംസാരിക്കുകയാണ്. അതായത് ഈ കണ്ണിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഷാരോൻ കാണുന്നുണ്ട്. എന്തൊക്കെയോ 4 ചീത്തയും വിളിച്ച് ആ കണ്ണങ്ങട് പീച്ചി കളയാണ് അവൾ. ഇതേ സമയത്ത് തന്നെ റേ പറയാണ്, നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. 9ാമത്തെ നിലയിൽ ഫയർ ആക്സിഡന്റ് നടന്നാൽ രക്ഷപ്പെടാനുള്ള ചെറിയൊരു വാതിൽ, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാന്ന് പറയാണ്. അങ്ങനെ റീവ്സ് മരിയൻ തൂക്കി നേരെ റേയുടെ കൂടെ മുകളിലേക്ക് പോവാണ്. അതുപോലെ ബാക്കിയുള്ള എല്ലാവരും ഇവരെ പിടിക്കാനായിട്ട് ഇവരുടെ പിന്നാലെ ഉണ്ട് കേട്ടാ. ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോ റേ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു വഴി കാണിച്ചു കൊടുക്കണം. അതിലൂടെ ഇപ്പൊ റീവ്സിനെയും മരിയും ഇയാളെ കടത്തിവിട്ടു. എന്നാൽ ലില്ലിത്തും അവളുടെ ആൾക്കാരും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ റേയെ പിടികൂടുകയാണ്. മാത്രമല്ല രക്ഷപ്പെട്ട റീവ്സിനെ പിടിക്കാനായിട്ട് മറ്റേ ഒരു ബെൻ ഉണ്ടല്ലോ അവനെ അയക്കുകയാണ്. ഇതേ നേരം ആ ഒരു ചെറിയ ഹോളിലൂടെ കടന്ന് റീവ്സും മരിയും കൂടെ ഒരു കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ബെന്ന് വരുന്നത് കണ്ട് അതിന്റെ ഒരു റാക്കിന്റെ ഉള്ളിൽ പോയിട്ട് ഇവർ ഒളിക്കുകയാണ്. എന്നാൽ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് മരിയ ശബ്ദം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ഈ ബെൻ കണ്ടോട്ടെ എന്ന് കരുതി തന്നെയാണ്. ആ ശബ്ദം കേട്ട് ബെൻ എന്താക്കി, ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന റീവ്സിനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അവളുടെ മുഖത്തിന് കുത്തി ചോരെ കൊലിക്കുന്നുണ്ട്. ഈ ബെൻ ഇപ്പോ അവളെ കൊല്ലും എന്നൊരവസ്ഥ വന്ന സമയത്ത് പിന്നിൽ നിന്നും ഒരു കോടാലി എടുത്ത് മരിയ ഇപ്പോ ഈ ബെന്നിന്റെ തലക്കിട്ട് ഒരേറ്റ വെട്ടുകൊടുക്കുകയാണ്. അതായത് അവളോട് ദേഷ്യമൊക്കെ എന്ന് കരുതി റീവ്സിനെ ആരെങ്കിലും കൊല്ലാൻ നോക്കുകയാണെങ്കിൽ അത് നോക്കി നിൽക്കാൻ മരിയക്ക് കഴിയില്ല. മാത്രമല്ല ലില്ലിത്ത് അവളുടെ റൂമിൽ റേയെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. റേയ്ക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇമോർട്ടാലിറ്റി, അമരത്വം എന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് റേയെ കൊല്ലാൻ കഴിയില്ല. മാത്രമല്ല ലില്ലിത്ത് എല്ലാവർക്കും ഒരു അനൗൺസ്മെന്റ് കൊടുക്കണം. ഇതുപോലെ 2 പേര് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരെ പോയി പിടിക്കണം. നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് അവിടെ ഇട്ടേക്ക്, അവരാദ്യം പോയി പിടിക്കുന്ന പറയണം. ഇതിനുശേഷം റീവ്സിനെയും മരിയയും കാണിക്കുകയാണ്. ഇപ്പൊ മരിയ റീവ്സിനോട് പറയാണ്, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത്. എന്നാലും ഞാൻ പറയാം, ഞാൻ എന്തായാലും ഇവിടുന്ന് വരില്ല, നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നിട്ട് തൊട്ടപ്പുറത്തെ റൂമിലേക്ക് മരിയ പോകുന്നുണ്ട്. അവൾ ആ റൂമിലേക്ക് പോയത് മരിയയുടെ ഒരു കരച്ചില് റീവ്സ് കേൾക്കുകയാണ്. അപ്പൊ തന്നെ റീവ്സ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഡബിൾ ബാരൽ ഗണ്ണ്, മറ്റേ കയ്യിൽ കോടാലി. എന്നാൽ കരച്ചിൽ കേട്ട ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഇരുട്ടാണ് കേട്ടോ. ഇരുട്ടത്ത് നിന്ന് ഓരോരുത്തർ വന്ന് റീവ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് തന്നെ അവൾക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആരുടെ ദേഹത്തും ബുള്ളറ്റ് കയറുന്നുമില്ല. അവൾക്കാണെങ്കിൽ നല്ല അടി കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ ആ റൂം വിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് പറയണം, ആ എന്നോടാലേ നിങ്ങളുടെ കളി കാണിച്ചു തരണം. ഇപ്പൊ അവളുടെ കയ്യിലുണ്ടായിരുന്ന കോടാലിയിൽ തുണി
ചുറ്റി അതിന് തീ കൊടുത്ത് ആ കോടാലി വെച്ച് അവൾ ആ ഒരു ഇരുട്ട് റൂമിലേക്ക് പോയി അതിന്റെ വെളിച്ചത്തിൽ ഓരോരുത്തരെയും വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒരുത്തന്നെ ഒരു ഡബിൾ ബാരൽ ഗണ്ണ് വെച്ച് അവളെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ടേബിൾ എടുത്ത് ഒരൊറ്റ ഏറാണ്. സ്ലോ മോഷനില് ആ ഒരു സീൻ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പൊ ആ ഒരു ടേബിൾ എടുത്തെറിഞ്ഞ് അതിന്റെ മറവിൽ ഇയാൾക്ക് നേരെ ആ ഒരു കോടാലിയുമായിട്ട് അവൾ ചാടി വീഴാണ്. അതുകൊണ്ട് തന്നെ അവൻ വെടിവെച്ച ആ ഒരു ബുള്ളറ്റ് നേരെ ടേബിളിൽ തട്ടി ടേബിൾ പൊട്ടിപ്പോവാണ്. പക്ഷെ അവൾക്കൊന്നും ആവുന്നില്ല. എന്നാൽ ചാടി വന്ന റീവ്സ് ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന കോടാലി വെച്ച് അവനെ 2 കഷ്ണമായിട്ട് വെട്ടിക്കേറുകയാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വെടിയേറ്റ് കിടക്കുന്ന ഒരു അപ്പാപ്പൻ. ഇയാള് വേദന കൊണ്ട് പറയണ, അയ്യോ മോളെ എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊരു പാവ, ബാക്കിയുള്ളവരെ പോലെ ദുഷ്ടനൊന്നുമല്ല. ഈ അപ്പാപ്പനാണ് റിസപ്ഷനിൽ കയറി വരുന്ന സമയത്ത് ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇയാൾ ഇങ്ങനെ പാവം പോലെ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മരിയ ഒന്നും നോക്കിയില്ല, ഗണ്ണെടുത്ത് ഇയാളെ ഷൂട്ട് ചെയ്യാണ്. മരിയയ്ക്ക് അറിയാം ഇതൊക്കെ വെറും അഭിനയം മാത്രമാണെന്ന്. അതുപോലെ തന്നെ മരിയ വന്നിട്ട് റീവ്സിനോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. ചേച്ചിയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, വാ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറയണം. അങ്ങനെ മരിയ കാണിച്ച വഴിയിലൂടെ റീവ്സ് ഇപ്പൊ താഴേക്ക് ഇറങ്ങുകയാണ്. ഇതേ നേരം ലില്ലിത്ത് ആണെങ്കിൽ എല്ലാവരെയും വിളിച്ച് നല്ല പച്ചത്തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇമോർട്ടൽസ് അല്ലേ, എന്നിട്ടും ആ ഒരു പെണ്ണിനെ പിടിക്കാൻ പറ്റുന്നില്ല അല്ലേ, മര്യാദക്ക് പോയി തപ്പി കണ്ടുപിടിച്ചോ എന്ന് പറയാണ്. എന്നാൽ ഇതേ നേരം മരിയ റീവ്സ് രണ്ടുപേരും കൂടെ ലിഫ്റ്റിന്റെ ഇടയിലൂടെ ആ ഒരു ഗ്യാപ്പിലുള്ള ആ ഒരു ഗോവണിയിലൂടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയാണ് ഫയർ എക്സിറ്റ് ഉള്ളത്. ഇവര് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ ആ ഒരു ബെന്ന് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ റീവ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗണ്ണെടുത്ത് ഇയാളുടെ തലക്കിട്ട് എറിയുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും അയാൾ താഴേക്ക് പോകുന്നില്ല. എന്നാൽ തൊട്ടടുത്ത നിലയിലേക്ക് എത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരാൾ ഇവരെ ആക്രമിക്കാൻ നോക്കി. റീവ്സ് ഇപ്പൊ ഇയാളെ വലിച്ച് താഴേക്ക് ഇടുകയാണ്. നേരെ ബെന്നിന്റെ മേത്തേക്കാ ചെന്ന് വീഴുന്നത്. അങ്ങനെ 2 എണ്ണം കൂടെ താഴേക്ക് വീണിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് റീവ്സും മരിയും കൂടെ നേരെ 8ാമത്തെ ഫ്ലോറിലേക്ക് എത്തി. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഇവരാകെ ഞെട്ടിപ്പോവാണ്. കാരണം ആ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാവരും ആയുധങ്ങളുമായിട്ട് അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇത് കണ്ട് ഒന്ന് പകച്ചു പോയ റീവ്സ് പറയണ, എന്റെ അനിയത്തി മരിയ, അവൾക്കൊന്നും സംഭവിക്കരുത്. സംഭവിച്ചാൽ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ബലി കൊടുക്കാനല്ലേ, ബലി കൊടുക്കാൻ ഞാൻ ഉണ്ടാവില്ല, ഞാൻ താഴേക്ക് ചാടി ചാവെന്ന് പറയണം. എന്നാൽ ഇത് കേട്ട് ചിരിച്ച ലില്ലിത്ത് പറയണ, അപ്പൊ നിനക്ക് മുഴുവനായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അല്ലേ, അതായത് നിന്റെ അനിയത്തി മരിയ ഇപ്പോഴും ഇമോർട്ടൽ അല്ല, അവൾ എപ്പോ വേണമെങ്കിൽ മരിക്കാം. അവൾക്ക് ഇമോർട്ടാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇസബൽ എന്നൊരു പെണ്ണിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മെയ്ഡായിട്ട് കൊണ്ടുവരാൻ നോക്കിയത്, അവളെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട്. മരിയ തന്നെ അവളുടെ കഴുത്ത് അറുക്കുമായിരുന്നു. എന്നാൽ മാത്രമേ മരിയയ്ക്ക് ഇമോർട്ടാലിറ്റി കിട്ടുള്ളൂ. ഇനിയിപ്പോ ഇസബലിന് പകരം നിന്നെയാണ് നമ്മൾ ബലി കൊടുക്കാൻ പോകുന്നത്. ഈ ബലി മരിയ അവളുടെ കൈകൾ കൊണ്ട് ചെയ്യും. അവൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മരിക്കാൻ പോകുന്നത് മരിയാണ്. അതുകൊണ്ട് നിന്റെ അനിയത്തിക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ നീ പിടി തന്നേ മതിയാവുള്ളൂ. ഇതേ നേരം ബെന്ന് വന്നിട്ട് അവളെ പിടിക്കാൻ നോക്കുമ്പോൾ കാല് തിന്നി അവൾ താഴേക്ക് വീഴാണ്. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബെൻ അവളെ കയറി പിടിക്കുകയാണ് കേട്ടോ. അവൾ താഴേക്ക് വീണില്ല, മേലേക്ക് പൊക്കിയെടുക്കുകയാണ്. ഇതേ നേരം തന്നെ ലിലിത്ത് ഒരു കത്തിയെടുത്ത് അവളുടെ വയറ്റിലേക്ക് പതിയെ കുത്തി കയറ്റുകയാണ്. എന്നിട്ട് പറയാണ്, കുറച്ചൊന്നുമല്ല ഞങ്ങളെ നീ വെള്ളം കുടിപ്പിച്ചത്, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പണിഷ്മെന്റ് എങ്കിലും നിനക്ക് തരണ്ടേ, എന്തായാലും ഞങ്ങളുടെ ദൈവത്തെ കാണാൻ നീ വാന്ന് പറഞ്ഞിട്ട് തൊട്ട് മുകളിലുള്ള നിലയിലേക്ക് അവളെയും കൂട്ടി പോവാണ്. രഹസ്യമായ ഒരു ഹാൾ അവിടെ ഉണ്ടായിരുന്നു. അത് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുകയാണ്. ആ സമയത്ത് ആ ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കമ്പിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന ഒരു പന്നിയുടെ തല കാണുന്നുണ്ട്. അതാണ് ശരിക്കും ഇവർ ആരാധിക്കുന്ന ഇവരുടെ ദൈവം, ആ ചെകുത്താൻ. എന്നാൽ ഇത് കണ്ടപ്പോൾ റീവ്സിന് ഭയങ്കരമായിട്ട് ചിരി വരികയാണ്. ഇതാണോ നിങ്ങളുടെ ദൈവം, ഈ പന്നിത്തല? ഇത് പറഞ്ഞ് അവൾ കളിയാക്കി ചിരിച്ച സമയത്ത് ലിലിത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവളുടെ മുറിയിൽ ഒന്ന് അമർത്തി പിടിച്ച്, എടീ ഞങ്ങളുടെ ദൈവത്തെ കളിയാക്കുന്നു, എന്തായാലും കാണിച്ചു തരാം. ഇതും പറഞ്ഞ് അവളുടെ ആ ഒരു രക്തം കുറച്ചൊന്നെടുത്ത് അത് നേരെ ഈ പന്നിയുടെ മൂക്കിൽ കൊണ്ടുപോയിട്ട് മണപ്പിക്കുകയാണ്. ഇതേ നേരം അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ചില്ലുകൂട്ടിൽ എന്തൊക്കെയോ ഒരു നിഴൽ അനങ്ങുന്നുണ്ട്. അതാണ് ആ ഒരു ചെകുത്താൻ. അങ്ങനെ ആ ചെകുത്താന്റെ ആത്മാവ് പതിയെ ഈ പന്നിത്തലയുടെ ഉള്ളിലേക്ക് വരികയാണ്. ചത്തു കിടക്കുന്ന ആ പന്നിത്തലയ്ക്ക് ഇപ്പൊ ജീവൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെകുത്താൻ വഴി ഇമോർട്ടാലിറ്റി കിട്ടുന്ന എല്ലാവരുടെ പേരും ഈ പന്നിയുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ണു തുറന്ന അവരുടെ ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ ഒരു ചെകുത്താന്റെ മുന്നിൽ വെച്ച് ലിലിത്ത് പറയാണ്, ഇവിടെ 2 ആൾക്കാർ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്റെ ഭർത്താവായിട്ടുള്ള റേയും അതുപോലെ തന്നെ രണ്ടാമത്തേത് മരിയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പറയാന്ന് പറയാം. ഇപ്പൊ ആ ഒരു ചെകുത്താൻ അതിന്റെ നാവ് കൊണ്ട് അതിന്റെ നെറ്റിയിൽ എഴുതിയ റേയുടെ പേര് മായ്ച്ചു കളയാണ്. അതുകൊണ്ട് തന്നെ റേയുടെ ഇമോർട്ടാലിറ്റി നഷ്ടമാണ്. എന്നിട്ട് ലിലിത്തിനോട് പറയാണ്, അവന് വേണ്ടത് മരണശിക്ഷയാണ്, അത് കൊടുക്കെന്ന് പറയാണ്. ഇപ്പൊ ലിലിത്ത് പറഞ്ഞു നോക്കി, അദ്ദേഹത്തിന് ഒരവസരം കൂടെ കൊടുക്കോ? എന്നാൽ ആ ചെകുത്താൻ അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ലിലിത്ത് അത് ചെയ്യുകയാണ്. ഇപ്പൊ റേയുടെ കണ്ണുപൊത്തി അവന്റെ കഴുത്ത് അവൾ അറുത്ത് കളയാണ്, അവനെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് മരിയെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മരിയ കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് ഒരവസരം കൂടെ തരുമെന്ന്. അപ്പൊ ആ ഒരു ചെകുത്താൻ പറയാണ്, ശരി നിനക്ക് ഒരവസരം കൂടെ തരാം, പക്ഷേ ഇവിടെ വെച്ച് നീ നിന്റെ ചേച്ചിയുടെ കഴുത്തറക്കണം, അവളെ ബലി കൊടുക്കണം, എന്നാൽ നിനക്ക് ഞാൻ വരം തരും, നിനക്കും ഇമോർട്ടാലിറ്റി കിട്ടും, വാ എന്റെ തലയിൽ നിന്റെ പേരെഴുത്, എന്നിട്ട് അവളുടെ കഴുത്ത് അറക്കെന്ന് പറയണം. ഞാനത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് മരിയ നേരെ പോയിട്ട് അതിന്റെ തലയിൽ അവളുടെ പേരെഴുതിയിട്ട് ഒരു കത്തി എടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, റീവ്സിന്റെ കഴുത്തറുത്ത് അവളെ ബലി കൊടുക്കണം. എന്നാൽ അതിന് പകരം മരിയ ചെയ്യുന്നത് അവളുടെ കഴുത്തിന് സ്വന്തം മുറിച്ചു കളയാ. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൾ നിലത്തേക്ക് വീഴുന്നുണ്ട്, പെട്ടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മരിയ ചേച്ചിയായിട്ടുള്ള റീവ്സിനെ നോക്കി പറയാണ്, ഒരുത്തനെ പോലും ഇവിടുന്ന് വെറുതെ വിടാൻ പാടില്ല, കൊല്ലണമെന്ന്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് റീവ്സിന് മനസ്സിലായില്ല. എന്നാൽ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു മുറി, അതുപോലെ തന്നെ നേരത്തെ വാള് കുത്തിയപ്പോ അപ്പോ കൈ ഊരിയെടുത്തപ്പോണ്ടായ ആ ഒരു മുറി, ഇത് രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഉണങ്ങുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് റീവ്സിന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അത് മനസ്സിലായി. അതായത് മരിയ അവിടെ
പോയിട്ട് ആ ഒരു പന്നിയുടെ തലയിൽ എഴുതിയിരിക്കുന്നത് അവളുടെ പേരല്ല, റീവ്സിന്റെ പേരായിരുന്നു. എന്നിട്ട് അവൾ അവളെ തന്നെ ബലി കൊടുത്തു. അതിലൂടെ ഇമോർട്ടാലിറ്റി പവർ കിട്ടിയത് റീവ്സിനാണ്. കാര്യം മനസ്സിലായ റീവ്സ് ആദ്യം ചെയ്ത് എന്താണെന്നറിയോ, ആ പന്നിയുടെ തലയിൽ അവളുടെ പേര് എഴുതി വെച്ചില്ലേ, ആ തൊലിയുടെ ഭാഗം മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവളുടെ കീശയിൽ അത് ഇട്ട് വെച്ചു. ഇനിയിപ്പോ റീവ്സിന് വേണമെങ്കിൽ ഇവിടുന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാലോ, അവള് മരിക്കില്ലല്ലോ. പിന്നീടൊന്നും പറയണ്ട, വയലൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം വയലൻസോട് കൂടിയിട്ടുള്ള കിടിലം ഫൈറ്റ്. ഓരോന്നിനെയും ഓരോ സൈസിൽ അവൾ കീഴ്പ്പെടുത്തുന്നുണ്ട്. ഒരുത്തനെ ചങ്ങലയിൽ തൂക്കിയിടുകയാണ്, ഒരുത്തനെ മറ്റേ നൈട്രജൻ ഗ്യാസ് വരുന്ന ഏതൊരു പൈപ്പ് ഉണ്ട് അതിൽ കൊണ്ടുപോയിട്ട് അമർത്തി വെക്കുകയാണ്. എന്നാൽ ഇവരാരും മരിക്കുന്നില്ല കേട്ടോ, എല്ലാവരും ഇമോർട്ടലാണ്. ഈ കാര്യങ്ങളൊക്കെ ചെകുത്താൻ കാണുന്നുണ്ട്. അവന്റെ അനുയായികൾ ഈ ഫൈറ്റിൽ തോക്കാന്ന് തോന്നിയ സമയത്ത് ഈ ചെകുത്താനുണ്ടല്ലോ ആ ഒരു പന്നിത്തലയിലേക്ക് കയറിയിട്ടില്ലേ, ആ പന്നിത്തല ഇപ്പൊ നേരെ പോയി നിൽക്കുന്നത് ലില്ലിത്തിന്റെ തലയിലാണ്. എന്നിട്ട് ലില്ലിത്തിനെ ആ ഒരു ചെകുത്താൻ കൺട്രോൾ ചെയ്യാണ്. എന്നിട്ട് നേരെ റീവ്സിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഇനി നമുക്ക് രണ്ടുപേർക്കും നേർക്ക് നേരെ പോരാടാന്ന് പറയാണ്. അങ്ങനെ റീവ്സും പന്നിത്തലയിൽ ആ ഒരു ചെകുത്താനും കൂടെ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല ആ ഒരു ഫൈറ്റ് ഒന്നും. എന്നാലും അവസാനം ലില്ലിത്തിന്റെ തലയിൽ നിന്നും ആ ഒരു പന്നിയുടെ തല റീവ്സ് ഒരു വിധത്തിൽ ഊരിയെടുക്കുകയാണ്. മാത്രമല്ല ഈ ലില്ലിത്തിനെ നേരെ കൊണ്ടുപോയിട്ട് ഈ പന്നിയുടെ തല വെക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് ഒരു അറ്റടിയാണ്. അവളുടെ വയറ്റിലൂടെ കമ്പി തുളച്ച് കയറി ഇപ്പൊ ആ ഒരു കമ്പിയിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ലില്ലിത്ത് ഉള്ളത്. ഇപ്പൊ ആ ഒരു കമ്പിയുടെ മുകളിൽ പന്നിത്തല കുത്തി വെച്ചിട്ട് പറയണം, ഇനി പറ എന്റെ അനിയത്തിയെ ജീവനോടെ കൊണ്ടുവരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആ ഒരു പന്നിത്തല പറയാണ്, അത് പിന്നെ നിന്റെ അനിയത്തി മരിച്ചില്ലേ, അവളെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക? അവൾക്ക് വേണ്ടി ബലിയൊക്കെ നൽകണ്ടേ? പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓഹോ, അപ്പൊ ഒന്നും നടക്കില്ല അല്ലേ? എന്നാൽ പിന്നെ ഇനി നിന്റെ ആവശ്യമില്ലല്ലോ. ഇതും പറഞ്ഞ് ആ പന്നിത്തലയിലേക്ക് ഒരു പെട്രോളിന്റെ ക്യാൻ എടുത്തുകൊണ്ടൊന്ന് ഒഴിച്ച് ആ പന്നിത്തലക്ക് അങ്ങ് തീ കൊടുക്കുകയാണ്. ഇതേ നേരം അതിന്റെ തൊലിയിൽ എഴുതി വെച്ച ഓരോ പേരുകളും പതിയെ പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. ഓരോ പേരും മായുമ്പോൾ ആ പേരുള്ളവർക്ക് ഇമോർട്ടാലിറ്റി പവർ നഷ്ടമാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ അടിച്ചും കെട്ടിയും ഓരോരുത്തർ വെച്ചിട്ടില്ലേ, ഇവരെല്ലാം ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ലില്ലിത്തും ആ ഒരു കമ്പിയിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്നുണ്ട്. അവളുടെ ഇമോർട്ടാലിറ്റിയും പോയിട്ടുണ്ട്. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പന്നിയുടെ തല ഒരു സ്ട്രെച്ചറിൽ വെച്ച് അത് പുറത്തേക്ക് ചവിട്ടി തെറിപ്പിക്കുകയാണ് റീവ്സ്. എന്നിട്ട് മരിച്ചുപോയ അവളുടെ അനിയത്തിയുടെ ആ ഒരു മൃതദേഹം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ഇത് കണ്ട് എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇപ്പൊ എന്തില്ല, ഇമോർട്ടാലിറ്റി പവർ ഇല്ല. ഇവരെല്ലാം ഇപ്പൊ സാധാരണ മനുഷ്യരാണ്. അങ്ങനെ റീവ്സ് മരിയയുടെ ആ ഒരു മൃതദേഹവുമായിട്ട് പുറത്തേക്ക് വരികയാണ്. അതേ നേരം തന്നെ ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റീവ്സിന് കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ കൊണ്ടുവന്ന കാറിന്റെ ബാക്ക് സീറ്റിൽ ഇപ്പൊ മരിയെ കിടത്തുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ കയറി. ഈ സമയത്ത് റീവ്സ് അവളുടെ കീശയിൽ ഉണ്ടായിരുന്ന ആ പന്നിയുടെ തൊലി ഉണ്ടല്ലോ അതെടുക്കുകയാണ്. അതിൽ അവളുടെ പേര് എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ മരിയയുടെ പേരുണ്ട്. അതിപ്പോ എപ്പോ എഴുതിയത്, അതാരാ എഴുതിയത്? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. എന്തായാലും മുറിച്ചെടുത്ത ആ ഒരു തൊലി അതങ്ങനെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പെട്ടെന്ന് പിറകിലുണ്ടായിരുന്ന മരിയ അവള് മരിച്ചെടുക്കുകയായിരുന്നല്ലോ, അവള് ചാടി എഴുന്നേൽക്കുകയാണ്. സംഭവം എന്താന്ന് മനസ്സിലായോ? അതായത് റീവ്സ് മുറിച്ചെടുത്ത ആ പന്നിയുടെ തൊലിന്റെ കഷ്ണത്തിൽ മരിയയുടെ പേര് കൂടെ എഴുതി. എന്നിട്ട് ഒരു ബലി നൽകിയാൽ മതിയല്ലോ മരിയയ്ക്ക് വേണ്ടിയിട്ട്, അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമല്ലോ. അവിടെ വെച്ച് 5 പേരെയാണ് അവൾ കൊന്നത്, അതൊരു ബലിയല്ലേ? അങ്ങനെയാണ് നമ്മുടെ മരിയയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. സംഗതി എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇപ്പൊ റീവ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെകുത്താന്റെ തൊലി ഉണ്ടല്ലോ അതങ്ങനെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് ആ ഒരു പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്. റീവ്സ് എന്താക്കി ആ തൊലി പിടിച്ച് ചുരുട്ടി അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി നൈസായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയല്ലേ, കുറച്ച് ഫണ്ണും വയലൻസും ത്രില്ലിംഗ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.